അതെ, നിങ്ങളിന്ന് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു വാഷിംഗ് മെഷീനാണ് ശരിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരായിക്കോട്ടെ, ഏത് തരത്തിലുള്ള സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരായിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തില്ല. നിങ്ങളൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പ്രോബ്ലം നിങ്ങൾ ഒരിക്കലെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരും, തീർച്ച. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഷിംഗ് മെഷീൻ അലക്കുന്നതിന് വേണ്ടി തുണിയെല്ലാം ഇട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ അകത്ത് നിന്നും ചെറിയൊരു മൂടൽ സൗണ്ട് മാത്രം കേൾക്കുന്നു. പക്ഷേ വാഷിംഗ് മെഷീൻ റൊട്ടേറ്റ് ആവുന്നില്ല, അങ്ങോട്ടുള്ളിൽ കറങ്ങുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ശരിയാക്കി എടുക്കാമെന്നാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോ തുടങ്ങിയതിന് ശേഷം പറയാം. അപ്പോൾ എല്ലാവർക്കും മെക്കാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, എല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ അലക്കുന്നതിന് വേണ്ടി ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ തുണി അലക്കുന്നതിന് വേണ്ടി നമ്മൾ വാഷിംഗ് മെഷീനകത്ത് തുണികളെല്ലാം ഇട്ട് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യുമ്പോൾ, അതായത് ഇപ്പം എൻ്റെ കയ്യിൽ തുണികളൊന്നും ഇടാനില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. ഞാൻ തുണി ഇട്ടു, അതിനുശേഷം വാഷിംഗ് മെഷീൻ പ്ലഗ് ഇൻ ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്തു. നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി എടുത്തിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ നോബ് 15-ൽ സെറ്റ് ചെയ്ത് വെച്ചു. അതായത് ഈ വാഷിംഗ് മെഷീനിൽ ഓൾറെഡി 45 വരെയുണ്ട്. അത് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ട് കഴിഞ്ഞാൽ തുണി പൊതിരാനൊക്കെയുള്ള ടൈമാണ്. നമ്മളിപ്പോൾ അതൊന്നും നോക്കണ്ട. എനിവേ നമ്മൾ 15-ൽ സെറ്റ് ചെയ്തു. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ അകത്തു നിന്നും ഒരു മൂളൽ സൗണ്ട് മാത്രം കേൾക്കാം. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വാഷിംഗ് മെഷീൻ റൊട്ടേറ്റ് ആവും. അങ്ങനെ ഒരു റൊട്ടേഷൻ കഴിഞ്ഞു അവിടെ തന്നെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും തിരിയും. കണ്ടോ? അപ്പോൾ വീണ്ടും തിരിഞ്ഞത് കണ്ടില്ലേ? ഇങ്ങനെ ഇരിക്കുന്ന ഒരു കംപ്ലൈൻറ്റിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ റിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ റിപ്പയർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് റിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ഒരു ചെലവുമില്ലാതെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട. ഇനിയും വൈകിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി പവർ സപ്ലൈ ഡിസ്കണക്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പിൻവശത്തോട്ട് വരിക. നമ്മളിവിടെ പിൻവശത്ത് നിന്നും കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വാഷിംഗ് മെഷീൻ തിരിച്ചു വെച്ചത്. അങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് വാഷിംഗ് മെഷീൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇവിടെ 2 സ്ക്രൂകൾ കാണാൻ സാധിക്കും. അത് അഴിച്ചെടുക്കുക. അത് അഴിച്ചെടുത്താലേ നമുക്ക് ബാക്കിൽ ഈ കവർ അഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് സ്ക്രൂകൾ അഴിച്ചെടുക്കാം. സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ഈ കവർ ഇങ്ങോട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ വലത് ഭാഗത്തായിട്ട് സ്പിൻ മോട്ടറും ഇടത് ഭാഗത്തായിട്ട് വാഷ് മോട്ടോറും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് വാഷ് മോട്ടോർ. ഈ വാഷ് മോട്ടോർ റൊട്ടേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് അലക്കാൻ സാധിക്കാത്തത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വലത് സൈഡിൽ ഇതുപോലെ കവറിൽ കെട്ടിയ കുറച്ച് വയറുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ കവർ അങ്ങോട്ട് റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വയറൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് ഇതിനകത്ത് മറ്റൊരു സംഭവം ഇരിക്കുന്നുണ്ട്. അവനാണ് വില്ലൻ. അവൻ കേടായത് കൊണ്ടാണ് നമ്മുടെ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യാത്തത്. ഇതാണ് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ കേടായത് കൊണ്ടാണ് നമ്മുടെ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യാത്തത്. ഈ കപ്പാസിറ്ററിൽ നമുക്ക് 4 വയറുകൾ കാണാൻ സാധിക്കും. ഇതിൽ 2 എണ്ണം സ്പിൻ മോട്ടോറിൻ്റെയും, ഇത് സ്പിൻ മോട്ടോറിൻ്റെ നിന്നും വരുന്ന വയറാണ്. 2 എണ്ണം വാഷ് മോട്ടോറിൽ നിന്നും വരുന്ന വയറാണ്. അപ്പുറത്ത് കണ്ട വയർ വാഷ് മോട്ടോറിൻ്റെയാണ്. ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കെട്ടെല്ലാം ഒന്ന് അഴിച്ചു വിടേണ്ടതാണ്. കപ്പാസിറ്ററിൽ നേരത്തെ നമ്മൾ 4 വയറുകൾ കണ്ടല്ലോ, അതിൽ 2 എണ്ണം വാഷ് മോട്ടോറിൻ്റെയാണ്. അപ്പോൾ ആ വാഷ് മോട്ടോറിൻ്റെ 2 കളർ വയർ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ വാഷ് മോട്ടോറിൽ നിന്നും വരുന്ന വയറുകൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ 3 വയറുകൾ കാണാൻ സാധിച്ചു. ഒരു യെല്ലോ, ഒരു ഓറഞ്ച്, ഒരു ബ്ലാക്ക്. അപ്പോൾ നേരെ കപ്പാസിറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 3 കളറുകൾ 2 എണ്ണം കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ യെല്ലോയും ഓറഞ്ചും കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ നേരെ ആ ഓറഞ്ച് വയർ ഡയറക്റ്റ് വാഷ് മോട്ടോറിലേക്കാണ് വരുന്നത് നോക്കുക. അപ്പോൾ നമുക്ക് ഓറഞ്ച് വയർ വാഷ് മോട്ടോറിലേക്ക് വന്നത് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ തന്നെ യെല്ലോ വയറും വാഷ് മോട്ടോറിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആ 2 വയറുകളാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. വാഷ് മോട്ടോറിൽ നിന്നും കപ്പാസിറ്ററിലേക്ക് വരുന്ന വയറുകൾ യെല്ലോയും ഓറഞ്ചും ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആ വയറുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ ആ വയറുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കപ്പാസിറ്ററിലുള്ള മറ്റുള്ള 2 വയറുകൾ, അതായത് ബ്രൗണും ഗ്രേയും, ആ 2 വയറുകൾ സ്പിൻ മോട്ടോറിൻ്റെയാണ്. അപ്പോൾ നമ്മൾ വാഷ് മോട്ടോറിൻ്റെ കണക്ഷൻ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞു. ഇപ്പോൾ വാഷ് മോട്ടോറിൽ നിന്നും കപ്പാസിറ്ററിലേക്ക് കണക്ഷൻ ഇല്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഓറഞ്ച് വയറിൻ്റെയും അതുപോലെ തന്നെ യെല്ലോ വയറിൻ്റെയും
അഗ്രങ്ങളിലുള്ള ഇൻസുലേഷൻ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അങ്ങനെ നമ്മൾ രണ്ട് വയറിൻ്റെയും അഗ്രങ്ങളിലുള്ള ഇൻസുലേഷൻ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ കപ്പാസിറ്റർ എടുത്തിട്ട് നമ്മളിപ്പോൾ ഇൻസുലേഷൻ കളഞ്ഞു വെച്ച വയറിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ കപ്പാസിറ്ററിലും നമ്മൾ നേരത്തെ കണ്ട കപ്പാസിറ്ററിലെ കൂട്ട് 4 വയറുകൾ കാണാൻ സാധിക്കും. അതിൽ 2 വയറുകൾ സ്പിന്നിൻ്റെയും 2 വയറുകൾ വാഷിൻ്റെയുമാണ്. ഇതുപോലെ 2 കളറുള്ള, അതായത് വൈറ്റും റെഡും അതുപോലെ തന്നെ വൈറ്റും ബ്ലൂവും കളറുള്ള വയറുകൾ സ്പിന്നിൻ്റെ വയറുകളാണ്. അത് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഇതുപോലെ പ്ലെയിൻ കളറുള്ള വയറുകളായിരിക്കും എപ്പോഴും വാഷ് മോട്ടോറിന് വരിക. സ്പിൻ മോട്ടോറിനാണെങ്കിൽ 2 കളറുള്ള വയറുകൾ വരത്തുള്ളൂ. അപ്പോൾ നമുക്കിനി വയറുകൾ കണക്ട് ചെയ്യാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച യെല്ലോ വയറും അതുപോലെ തന്നെ ഓറഞ്ച് വയറും ഇപ്പോൾ കപ്പാസിറ്ററിൽ കണ്ട ബ്ലൂ ആൻഡ് റെഡ് വയറുമായി കണക്ട് ചെയ്യുക, വീഡിയോയിൽ കാണുന്നത് പോലെ. വയറെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഇൻസുലേഷൻ ചെയ്യുക. അങ്ങനെ നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്തു, ഇൻസുലേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പവർ സപ്ലൈ കൊടുത്തിട്ട് വാഷിംഗ് മെഷീൻ വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ പവർ സപ്ലൈ കൊടുത്തു. വാഷിംഗ് മെഷീൻ്റെ നോബ് തിരിച്ചു നമ്മൾ 15-ൽ സെറ്റ് ചെയ്തു. 15 മിനിറ്റിൽ സെറ്റ് ചെയ്ത് നമ്മൾ വാഷിംഗ് മെഷീൻ തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ റൊട്ടേറ്റ് ചെയ്ത് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് സപ്പോർട്ട് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി വാഷിംഗ് മെഷീൻ റൊട്ടേറ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, കണ്ടോ? ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് നേരത്തെ സപ്പോർട്ട് ചെയ്തത് കൂട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കലി വാഷിംഗ് മെഷീൻ റൊട്ടേറ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ ഈ കപ്പാസിറ്റർ കേടായത് കൊണ്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഇതുപോലെ സ്റ്റക്കായി നിന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ പ്രോബ്ലം ശരിയായത് കണ്ടിട്ട് ആരും പെട്ടെന്ന് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകണ്ട. കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് കപ്പാസിറ്ററിൽ ബാക്കി വന്ന 2 വയറുകളുണ്ടോ, സ്പിൻ മോട്ടോറിൻ്റെ 2 വയറുകൾ, അത് നമുക്ക് മടക്കി ഇൻസുലേഷൻ ചെയ്യേണ്ടതുണ്ട്. കാരണം മറ്റൊരു കപ്പാസിറ്ററിൽ അവിടെ സ്പിൻ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് മടക്കി ഇൻസുലേഷൻ ചെയ്ത് വെക്കാം. ഇനി ഭാവിയിൽ അത് സ്പിൻ മോട്ടോർ കേട് വരികയാണെങ്കിൽ, ഇതുപോലത്തെ കംപ്ലൈൻറ്റ് സ്പിൻ മോട്ടോറിന് വരികയാണെങ്കിൽ ഈ വയറെടുത്ത് സ്പിൻ മോട്ടോറിലും വീഡിയോയിൽ പറഞ്ഞതുപോലെ കണക്ട് ചെയ്താൽ മതിയാകും. ആ 2 കപ്പാസിറ്ററിലുള്ള വയറുകൾ ഇൻസുലേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വയറുകളും പിന്നുകളും എല്ലാം കവറിൽ ആക്കി വെക്കേണ്ടതുണ്ട്. അത് നിർബന്ധമാണ്. കാരണം ഇതുപോലെ കവറിലാക്കി വെച്ചിട്ടില്ല എങ്കിൽ ഈ പിന്നുകളുടെ അകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് നമ്മൾ വാഷിംഗ് മെഷീൻ ബാത്റൂമിലൊക്കെ ആയിരിക്കും അധികവും വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ പിന്നുകളുടെ അകത്ത് വെള്ളം കടന്നു കഴിഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീനകത്ത് അലക്കുമ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക. ആരും വീഡിയോ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്ത് പോകരുത് എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. അങ്ങനെ ഇതെല്ലാം നല്ല രീതിയിൽ ഇൻസുലേഷൻ ചെയ്തതിന് ശേഷം വാഷിംഗ് മെഷീൻ്റെ അകത്ത് നല്ല പോലെ സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ അഴിച്ച പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ കപ്പാസിറ്ററും ഒരു സൈഡിൽ മെല്ലെ ഒതുക്കി വെക്കുക. അതായത് വർക്ക് ചെയ്യുമ്പോൾ സ്പിൻ മോട്ടോറിലോ അല്ലെങ്കിൽ ഒരു മോട്ടോറിലോ തട്ടാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിലെ കവർ ഇട്ടിട്ട് സ്ക്രൂ ചെയ്ത് വെക്കുക. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ കേടായാൽ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യുന്നത് കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് ഒരു ചെലവും കൂടാതെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് തലയോടി വിടാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലെ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ.